ഞങ്ങൾ അനന്തപുരി നിവാസികൾ വളരെ ഉദാരമായി നഗരത്തിന് സംഭാവന ചെയ്ത മാലിന്യം നീക്കാനായി മനുഷ്യ വിസർജ്യം നിറഞ്ഞ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് നമ്മുടെ ഒരു സഹജീവി ഇറങ്ങിപ്പോയിട്ട് നേരത്തോട് നേരം കഴിഞ്ഞു. ഇറങ്ങിപ്പോയ ആ ജോയി ഇതുവരെ തിരിച്ചു കയറിയിട്ടില്ല. തന്നെ തിരഞ്ഞിറങ്ങിയവർക്കും ജോയി പിടികൊടുത്തില്ല. തിരയാൻ ചെന്ന റോബോട്ടുകളും ജോയിയുടെ ഒളിച്ചുകളിക്ക് മുന്നിൽ തോറ്റുപോയി. പെറ്റമ്മയുടെ കാത്തിരിപ്പിലേക്ക് പോലും തലപൊക്കി നോക്കാൻ ഇതുവരെ ജോയി കൂട്ടാക്കിയിട്ടില്ല. കേട്ടറിഞ്ഞിടത്തോളം അമ്മയെ മറന്നു മുങ്ങുന്നവനല്ല നമ്മുടെ ജോയി. അങ്ങനെയുള്ള ജോയി അമ്മയുടെ കാത്തിരിപ്പിനെ അവഗണിക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണമുണ്ടാവും. ഇഹലോകത്തേക്ക് മുങ്ങിയപടി മടങ്ങി വരാൻ കഴിയാത്തത്ര അകലത്തിലേക്ക് ജോയി പോയി കഴിഞ്ഞു എന്നതാവും ആ കാരണം. 1500 രൂപ പോട്ടേന്ന് വെക്കാൻ കഴിയുന്ന നിലയ്ക്ക് അഹമ്മതി നിറഞ്ഞതായിരുന്നില്ല ജോയിയുടെ സാമ്പത്തിക സാഹചര്യം. അത്തരമൊരു സാഹചര്യത്തിൽ സ്വന്തം കൂലി വാങ്ങാൻ പോലും ജോയി വന്നില്ല എന്ന് പറയുമ്പോൾ അമ്മയുടെ കാത്തിരിപ്പ് കണ്ണീരിൽ മുങ്ങിപ്പോവാനുള്ള സാധ്യതയാണ് ആ സാഹചര്യം തീർച്ചയായും അവശേഷിപ്പിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ആരെയെങ്കിലും കുറ്റപ്പെടുത്താനുള്ള യോഗ്യത ഈ പോങ്ങനില്ല. ഭരണപക്ഷത്തെയോ പ്രതിപക്ഷത്തെയോ പഴിക്കാനുമില്ല. തെറ്റ് ഞാനടക്കമുള്ള സകല മനുഷ്യരുടേതുമാണ്. പരിഷ്കൃത ബുദ്ധരാണെന്ന് ഭാവിക്കുമെങ്കിലും പ്രാകൃത ചിത്തരായിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മൾ. പരിഷ്കൃത ബുദ്ധി നമുക്കുണ്ടായിരുന്നുവെങ്കിൽ ആമയിഴഞ്ചാൻ തോട് അല്ലെങ്കിൽ പാർവതീ പുത്തനാർ ഇങ്ങനെ മലിനമായി കിടക്കുമായിരുന്നില്ല. ഏറ്റവും ചുരുക്കി അത്രയേ പോകാൻ പറയുന്നുള്ളൂ. അതുപോലെ സഹജീവി സ്നേഹികളാണെന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുമെങ്കിലും നമ്മൾ സ്വാർത്ഥ ബുദ്ധരുടെ ഒരു കൂട്ടമാണ്. സഹജീവി സ്നേഹികളുടെ ഒരു സമൂഹമായിരുന്നുവെങ്കിൽ നമ്മൾ മനുഷ്യ വിസർജ്യത്തിൽ മുങ്ങിപ്പോകേണ്ട ഗതികേട് ജോയിക്ക് വരുത്തുമായിരുന്നില്ല. ആമയിഴഞ്ചാൻ തോടിന്റെ വക്കിൽ നിന്ന് കണ്ണീരൊഴുക്കുകയല്ല നമ്മൾ ഇനി ചെയ്യേണ്ടത്. ഇനിയൊരു അമ്മയുടെ കാത്തിരിപ്പ് കൂടി കണ്ണീരിൽ മുങ്ങുന്നതായിട്ടുള്ള സാഹചര്യം ഒഴിവാക്കാൻ എന്തൊക്കെ വേണമെന്ന് ആലോചിക്കുകയും അതിന് ഉതകുന്നതായിട്ടുള്ള നീക്കങ്ങൾ നടത്തുകയുമാണ് വേണ്ടത്, അല്ലേ? ആമയിഴഞ്ചാൻ തോടിന് ഏറ്റവും അധികം മാലിന്യം സംഭാവന ചെയ്യുന്നത് ഈ രാജാജി നഗറിനോട് ചേർന്ന പ്രദേശങ്ങളാണെന്നും അതുകൊണ്ട് ആ പ്രദേശങ്ങളിൽ 3 മാലിന്യ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്നും അധികാരികൾ പറഞ്ഞത് നമ്മളൊക്കെ കേട്ടതാണ്, പോങ്ങൻ കേട്ടിട്ടുണ്ട്. എന്നാൽ അവിടെ മാലിന്യ പ്ലാന്റുകൾ വന്നോ ഇല്ലയോ എന്ന് ഈ പോങ്ങനടക്കം ആരും തന്നെ അന്വേഷിച്ചിട്ടില്ല. മാധ്യമങ്ങളും അതിനെപ്പറ്റി എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തുകയോ അതിന്റെ വിവരങ്ങൾ പുറത്തുവിടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആമയിഴഞ്ചാൻ തോട്ടിലെ മലിനജലം ശുദ്ധീകരിക്കാൻ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുമെന്ന് തിരുവനന്തപുരം നഗരസഭ ഭീഷണി മുഴക്കിയത് ഇപ്പോഴും പോകാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ ജാപ്പനീസ് സാങ്കേതിക വിദ്യയായിട്ടുള്ള ജോക്കസൌവിനെ കൊണ്ടുവന്ന് സംസ്കരിച്ച് കളയുമെന്ന് മലിനജലത്തെയും, അതായത് ആമയിഴഞ്ചാൻ തോട്ടിൽ കിടക്കുന്ന മലിനജലത്തെയും നമ്മുടെ കോർപ്പറേഷൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ്ട് 5 കോടി രൂപ അതിനായി ചെലവഴിക്കുമെന്നാണ് പറഞ്ഞു കേട്ടത്. ജോക്കസൌവിനെ കൊണ്ടുവരാൻ വേണ്ടി 5 കോടി രൂപ. എന്നാൽ ഇന്നേ വരെ ഒരു തുള്ളി മലിനജലം പോലും ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. മാലിന്യം നീങ്ങിയിട്ടുമില്ല. ജപ്പാനിൽ നിന്ന് ആ ജോക്കസൌ വന്നിരുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ജോയിക്ക് ഈ മാലിന്യത്തിൽ മുങ്ങിപ്പോകേണ്ടതായിട്ടുള്ള സാഹചര്യം ഉറപ്പായും വരില്ലായിരുന്നു, അല്ലേ? മുങ്ങിപ്പോയ മനുഷ്യനെ കണ്ടെത്താൻ റോബോട്ടുകളുടെ സഹായം ലഭിക്കുന്ന ഈ കാലത്ത് മനുഷ്യ വിസർജ്യത്തിൽ മുങ്ങി മാലിന്യങ്ങൾ നീക്കാൻ റോബോട്ടുകളെ ഉപയോഗിക്കാത്തത് നമ്മുടെ സഹജീവി സ്നേഹത്തിന്റെ അഭാവം ഒന്നുകൊണ്ടു മാത്രമാണ്. തീർച്ചയായും അത് നമ്മുടെ പരിഷ്കൃത ബുദ്ധിയുടെ കുറവും തന്നെയാണ്, അല്ലേ? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിയല്ലേ അത്? തൊഴിലില്ലായ്മ സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സാങ്കേതിക വിദ്യയെ ഇത്തരം സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുന്നത് തീർച്ചയായിട്ടും ക്രൂരത തന്നെയാണ്. തൊഴിൽ നഷ്ടം എന്നൊന്നും പറയാൻ പാടില്ല. ജീവനഷ്ടത്തോളം വലുതല്ല തൊഴിൽ നഷ്ടം, അല്ലേ? മാത്രമല്ല, തൊഴിലില്ല കേരളത്തിൽ എന്ന് പറയുന്നതിനകത്തും വലിയ അർത്ഥമൊന്നുമില്ല. കാരണം തൊഴിലിവിടെ ഉള്ളത് കൊണ്ടാണല്ലോ തൊഴിൽ തേടിക്കൊണ്ട് ബംഗ്ലാദേശിൽ നിന്ന് വരെ ആളുകൾ ഇവിടെ വരുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇത്ര മലിനമായ ഇത്രയും ദുർഘടമായിട്ടുള്ള ഒരു പണി ചെയ്യാൻ തീർച്ചയായിട്ടും മനുഷ്യരെ അല്ല ഇറക്കേണ്ടത്, റോബോട്ടുകളുടെ സഹായം തന്നെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. സാങ്കേതിക വിദ്യയെ ഇത്തരം സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുന്നത് ക്രൂരത തന്നെയാണ്. എന്തായാലും അധികമൊന്നും വിമർശന ബുദ്ധിയോടുകൂടി പോകാൻ ഈ സമയത്ത് പറയുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, മാലിന്യം കൊണ്ട് കോടികൾ സമ്പാദിക്കുന്ന വേന്ദ്രന്മാർ നമുക്കിടയിലുണ്ട്. അതൊരു സത്യമാണ്. ശേഖരിച്ചാലും ഇല്ലെങ്കിലും കോർപ്പറേഷനെ മുന്നിൽ നിർത്തി കണക്കു പറഞ്ഞ് മാസപ്പിരിവ് നടത്തി മാലിന്യത്തിന്റെ പേരിൽ പണം തട്ടുന്ന മാലിന്യ മാഫിയ ഈ നഗരത്തിലുണ്ടെന്നാണ് കേട്ടുകേൾവി. യാതൊരു പ്രതിഷേധവും കൂടാതെ സകല അനീതികളും സഹിക്കുന്ന നമ്മളാണ് വാസ്തവത്തിൽ ജോയി എന്ന നമ്മുടെ സഹജീവിക്ക് ഈ ദുരവസ്ഥ സമ്മാനിച്ചത്. അങ്ങനെ തന്നെയാണ് കാണേണ്ടതും, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടതും, അങ്ങനെ തന്നെയാണ് പറയേണ്ടതും. അതുകൊണ്ട് ആരെയും വിമർശിക്കാൻ നമുക്കാർക്കും അവകാശമില്ല, അർഹതയില്ല, യോഗ്യതയുമില്ല. സ്വയം തിരിച്ചറിയുക, നമ്മുടെ സാമൂഹ്യ ബുദ്ധിയിലും പൗരബോധത്തിലും വേണ്ടതായിട്ടുള്ള തിരുത്തലുകൾ വരുത്തുക. അതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്.
മനുഷ്യ വിസർജ്യത്തിൽ മുങ്ങിപ്പോയ ജോയി, സാമൂഹ്യ മാലിന്യത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഈ പോങ്ങനും സമപ്രായക്കാരാണ്. ശകലം വല്ലതും മൂപ്പ് എന്നെക്കാൾ കൂടിയേക്കാമെങ്കിലും ഞങ്ങൾ ഏതാണ്ട് സമപ്രായക്കാരാണെന്ന് പറയാൻ പറ്റും. തീർച്ചയായിട്ടും പറയാൻ പറ്റും. സമപ്രായം മാത്രമല്ല, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും ഏറെക്കുറെ സമമാണ്. ഈ പോങ്ങനുള്ളതുപോലെ പോറ്റുപ്രായമെത്തിയ ഒരമ്മ ജോയിക്കുമുണ്ട്. അമ്മയെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള കടമയും തീർച്ചയായും ജോയിക്കുണ്ട്. അതുപോലെ 1500 രൂപയെ വെറും 1500 രൂപ എന്ന നിലയിൽ വില കുറച്ച് കാണാൻ കഴിയാത്ത നിലയിൽ സാമ്പത്തിക സമത്വവും പേർന്നവരാണ് ഞങ്ങൾ. സ്വാഭാവികമായും ഈ പോങ്ങനെ സംബന്ധിച്ച് ജോയി സഹജീവി മാത്രമല്ല, സമജീവി കൂടിയാണ്. അതുകൊണ്ട് തന്നെ കാത്തിരിക്കുന്ന അമ്മയിലേക്ക് മടങ്ങി വരാൻ ജോയിക്ക് കഴിയാത്ത പക്ഷം എൻ്റെ സമജീവിയുടെ കടമയിൽ ആകാവുന്ന വിധം, പോങ്ങനെ കൊണ്ട് ആകാവുന്ന വിധം, കഴിയുന്ന വിധം, അതിൻ്റെ പരമാവധി തീർച്ചയായും ഈ പോങ്ങനും ആ കടമയുടെ പങ്കുപറ്റും. ഉറപ്പായും അത്രയേ ഈ പോങ്ങന് ചെയ്യാൻ പറ്റൂ. ഇത്രയേ ഈ പോങ്ങന് പറയാനും പറ്റൂ. പോങ്ങൻ ചെയ്യുന്നതൊന്നും പോങ്ങൻ്റെ നാവറിയരുതെന്ന വാശി തീർച്ചയായും ഈ പോങ്ങനുണ്ട്. അതിനാൽ കൂടുതലൊന്നും പറയാൻ എൻ്റെ നാവിനറിയില്ല. അതാണ് സത്യം. ഒരു കാര്യം മാത്രം പറയാം. പറ്റിയ തെറ്റുകളൊക്കെ തിരുത്താനുള്ള അവസരമാണ് ശരീരത്തിലുള്ള ജീവൻ, നമ്മുടെയൊക്കെ ശരീരത്തിലുള്ള ജീവൻ നമുക്ക് നൽകുന്നത്. കിട്ടിയോ? കിട്ടിയാൽ നല്ലത്, കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കിട്ടിയാൽ നല്ലത് എന്ന് മാത്രം. പറ്റിയ തെറ്റുകളെ പാപമായല്ല, പാഠമായി വേണം മനസ്സിലാക്കാൻ. സത്യത്തിൽ തെറ്റുകളാണ് പോങ്ങന്റെ ശരിയായ ഗുരു. എല്ലാവരുടെയും ശരിയായിട്ടുള്ള ഗുരു അവനവന് പറ്റിയ തെറ്റുകളാവുന്നതാണ് നല്ലത്. അത്രേ പോങ്ങൻ പറയുന്നുള്ളൂ. ജോയിയുടെ ആത്മാവിന് വരുംകാല പ്രാബല്യത്തോടുകൂടി പ്രണാമം. സ്വാർത്ഥബുദ്ധരും ജീവനഷ്ടം വരാത്തത് കൊണ്ട് മാത്രം പരേതരാവാതെ ഇഹലോകവാസികളായി ഇവിടെ തുടരുന്ന സകല സഹജീവികളോടും താങ്കൾ പൊറുക്കുക. മാപ്പ്. ജോയിയുടെ ദുരവസ്ഥയിൽ നിന്നും തീർച്ചയായും ഈ സമൂഹത്തിന് വലിയ പാഠം പഠിക്കാനുണ്ട്. വലിയൊരു പാഠം. തീർച്ചയായിട്ടും അത് പഠിക്കണം, മനസ്സിലാക്കണം, തിരുത്തണം. അതാണ് വേണ്ടത്. ഇപ്പോഴും നമ്മളുടെ അപ്പിയിൽ മുങ്ങി ജീവിതം കഴിക്കാൻ ആളുകൾ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും